എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണം തീരാൻ ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് 16-ാം തീയതി, 17, 18 കഴിഞ്ഞാൽ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. 20-ാം തീയതിയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ്. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപനം തുടങ്ങിയത് മുതൽക്ക് തന്നെ വളരെ 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 നാടകീയമായ സംഭവ വികാസങ്ങളായിരുന്നു പാലക്കാട് നടന്നുകൊണ്ടിരുന്നത്. സി പി എമ്മിലേക്ക് നമ്മുടെ സരീൻ, ഡോക്ടർ പി സരീൻ കോൺഗ്രസിൽ നിന്ന് എന്താ പറയാ CPM-ലേക്ക് ചാടി വരുന്നു. ഉടൻ തന്നെ CPM സരീനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുമെന്നായിരുന്നു നേരത്തെ കേട്ടിരുന്നത്. കെ സുരേന്ദ്രൻ വരുമെന്ന് കേട്ടിരുന്നു. വളരെ അപ്രതീക്ഷിതമായി C കൃഷ്ണകുമാറും ആ ഒരു സാധ്യതാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ C കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അങ്ങനെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വന്നു കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. പിന്നെ കോൺഗ്രസിൽ നിന്നും തുടർച്ചയായി നിരവധി പേർ CPM ചേരിയിലേക്ക് കൂറുമാറുന്ന അവസ്ഥ വന്നു. അവസാനം നമ്മൾ ഒരു നീല ട്രോളി ബാഗിന്റെ അവസ്ഥ, എന്താ പറയാ, അതിന്റെ ഒരു ചർച്ചയും ഒക്കെ നടന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ നമ്മുടെ KPCC അധ്യക്ഷന്റെ കൂടെ, പ്രതിപക്ഷ നേതാവിന്റെ കൂടെ, പാലക്കാട്ടെ ഏറ്റവും പ്രഗത്ഭരായ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള, ലിജു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഒക്കെ കൂടെ നമ്മുടെ സന്ദീപ് വാര്യർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ എതിരേറ്റുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും എല്ലാവർക്കും അറിയാനുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സന്ദീപ് വാര്യർ എന്തായാലും BJP വിടുന്നു എന്നുള്ളത് കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാനുള്ള വിവിധ തലത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. കെ സുരേന്ദ്രൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഏതാറ്റം വരെ പോകുമെന്ന് നോക്കാമെന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. സംഭവിച്ച പോലെ തന്നെ സംഭവിച്ചു. കാരണം എനിക്ക് തോന്നുന്നു സുരേന്ദ്രനൊക്കെ, ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം സുരേന്ദ്രൻ ഒന്ന് സന്ദീപ് വാര്യരെ പോയി കാണണം, സന്ദീപ് വാര്യരെ മടക്കി കൊണ്ടുവരണം. കാരണം എന്ന് പറഞ്ഞാൽ BJP-യുടെ ഒരു പ്രസന്നമായ മുഖങ്ങളിലൊന്നായിരുന്നു സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അപ്പൊ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് BJP-യെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു മനസ്സ് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ സന്ദീപ് വാര്യർ തുടക്കം മുതൽക്ക് തന്നെ ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് ഞാൻ ഇല്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ സന്ദീപ് വാര്യർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? CPM-ലേക്കാണോ, CPI-ലേക്കാണോ എന്നൊക്കെയുള്ള, കോൺഗ്രസിലേക്കാണോ എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്ത് BJP-യിലേക്ക് സന്ദീപ് വാര്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ചില ശ്രമങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, പറയുക പ്രത്യേകിച്ച് RSSന്റെ ഭാഗത്ത് നിന്ന്, RSS നേതാവായ A ജയകുമാർ ഒക്കെ രാത്രി സന്ദീപ് വാര്യരുടെ വീട്ടിൽ ചെന്നിട്ട് സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയിരുന്നു. അതൊക്കെ ഒരു കഴിഞ്ഞ കഥ. ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും പുതിയ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ആശ്വാസമാണ് അവർക്ക് കേട്ടോ. കാരണം കോൺഗ്രസിന്റെ ഇതേപോലുള്ള, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ പി സരീൻ കൂറുമാറിയതോടെ കോൺഗ്രസ് ആടിയുലഞ്ഞു പോയിട്ടൊന്നുമില്ല. പക്ഷെ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഈ മീഡിയ സെല്ലൊക്കെ കൈകാര്യം ചെയ്യുന്ന, സോഷ്യൽ മീഡിയ സെല്ലൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ പി സരീൻ മാറുന്നതോടുകൂടി അവർക്ക് ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങേപ്പുറത്ത് പോയി കണ്ട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അടിയായിരുന്നു. പക്ഷെ അതിന് വളരെ മധുരമായ ഒരു പ്രതികാരം, നേരത്തെ മറിച്ച് CPM-ൽ നിന്നല്ല ചാടി വന്നത്, പക്ഷേ BJP-യിൽ നിന്ന് BJP-യുടെ ഒരു പ്രസന്ന മുഖങ്ങളിലൊന്നായ സന്ദീപ് വാര്യർ ഇപ്പം ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ പോലെ ഒരു ഭയങ്കര ഒരു ക്രൗഡ് പുള്ളറൊന്നുമല്ല. പക്ഷേ ഒരു സാധാരണ രീതിയിലുള്ള ഈ TV ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് BJP-യുടെ ഒരു മുഖം എന്ന് പറയുന്ന, BJP-യുടെ വളരെ 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 എനർജറ്റിക് ആയ, നമ്മുടെ എന്താ പറയാ, BJP പക്ഷത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംസാരിക്കുന്ന TV ചർച്ചകളിലൊക്കെ സംസാരിക്കുന്ന സന്ദീപ് വാചസ്പതിയെ പോലെ ഉള്ള, അല്ലെങ്കിൽ പിന്നെ ആരാണ് അത്തരത്തിൽപ്പെട്ട 2-3 നമ്മുടെ യുവ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യുവരാജ് ഗോകുൽ, അങ്ങനെയുള്ള ചില BJP നേതാക്കളെക്കാൾ വളരെ TV പ്രേക്ഷകർക്കൊക്കെ വളരെ സുപരിചിതമായ, അവർക്കൊക്കെ വളരെ ഇഷ്ടമായ ഒരു മുഖമായിരുന്നു സന്ദീപ് വാര്യർ. അങ്ങനെ ഈ സന്ദീപ് വാര്യർ ഇതാ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ഞാനിപ്പോ ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് സന്ദീപ് വാര്യർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ KPCC അധ്യക്ഷൻ സംസാരിച്ചു, നമ്മുടെ സുധാകരൻ സംസാരിച്ചു, സുധാകരന് പിന്നാലെ നമ്മുടെ VD സതീശൻ സംസാരിച്ചു. അവര് വളരെ സന്തോഷപൂർവ്വം സ്നേഹത്തിന്റെ കടയിലേക്ക് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിലാണ് അവർക്ക് സംസാരിച്ചത്. അതിനോട് തുടർന്ന് തന്നെ സന്ദീപ് വാര്യർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പൊ സന്ദീപ് വാര്യർ ഏറ്റവും പ്രധാനമായിട്ട് സുരേന്ദ്രനെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ സംസാരിച്ചത്. കെ സുരേന്ദ്രൻ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ആളാണ് എന്നും ഇത്തരത്തിലുള്ള സുരേന്ദ്രന്റെ ധാർഷ്ട്യമാണ് താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാക്കിയതെന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. പക്ഷെ അക്കൂട്ടത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൂടി സന്ദീപ് വാര്യർ നടത്തിയിരിക്കുകയാണ്. അതായത് ശ്രീനിവാസൻ വധത്തിലെ 17 പ്രതികളെ എന്താ പറയാ, അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. അതായത് ശ്രീനിവാസൻ കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കാരണമാക്കിയത് BJP നേതൃത്വവുമാണ്, അല്ലെങ്കിൽ BJP നേതൃത്വവും ഇവിടുത്തെ വർഗീയവാദികളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, അല്ലെങ്കിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ സന്ദീപ് വാര്യർ ഇപ്പോൾ തുറന്നു പറയുന്നത് എന്ന്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് തന്നെയാണ് ശ്രീനിവാസൻ വധക്കേസിൽ. കാരണം ഇത് ഇത്രമാത്രം സന്ദീപ് വാര്യരെ വിഷമിപ്പിച്ചത്, സന്ദീപ് വാര്യരെ വികാരത്തിന് അടിമപ്പെടുത്തിയത്, സന്ദീപ് വാര്യർ പാർട്ടിയെ ഒറ്റിക്കൊടുത്തു, ബലിദാനികളെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സന്ദീപ് വാര്യർ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെയാണ്. അതായത് ബലിദാനിയുടെ ചിത്രം വെച്ച് ഒരു സ്ഥാനാർത്ഥി വോട്ട് തേടുക എന്നുള്ളത് സംഘപരിവാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആലോചിച്ചുകൂടാത്തൊരു കാര്യമാണ്. കാരണം സംഘപരിവാർ രാഷ്ട്രീയത്തിന് ചില നീതിബോധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവര് ഇപ്പം നമ്മുടെ സി കൃഷ്ണകുമാറിനെതിരായിട്ടായിരുന്നല്ലോ സന്ദീപ് വാര്യർ പടനീക്കം തുടങ്ങിയത്. തന്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ പോലും സി കൃഷ്ണകുമാർ വന്നില്ല എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് വൈകാരികമായ കുറ്റപ്പെടുത്തലുകളായിരുന്നു, ആരോപണങ്ങളായിരുന്നു സി കൃഷ്ണകുമാറിനെതിരെ, അതായത് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെതിരെ നമ്മുടെ സന്ദീപ് വാര്യർ നടത്തിയിരുന്നത്. ഏതായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീനിവാസന്റെ, അതായത് ഞാനല്ല ബലിദാനികളെ ഒറ്റിക്കൊടുത്തത് സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP-യുടെ നേതാക്കളാണ് എന്നാണ് സന്ദീപ് വാര്യർ തുറന്നടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് തങ്ങളുടെ പക്ഷത്തേക്ക് സന്ദീപ് വാര്യർ വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലിനൊപ്പം തന്നെ അവർക്ക് ഏറെ പ്രതീക്ഷ പകരുന്നതാണ്. കാരണം ഇതൊക്കെ പറയുമ്പോൾ ലിജുവിന്റെ മുഖത്തുള്ള ചിരി, അല്ലെങ്കിൽ ഈ VD സതീശന്റെ മുഖത്തുള്ള ചിരി, സുധാകരേട്ടന്റെ മുഖത്തുള്ള ചിരി, അങ്ങനെ നമുക്ക് പ്രത്യക്ഷമാവില്ലെങ്കിലും ആ മുഖത്തെ ആ പ്രസരിപ്പൊക്കെ നമുക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ പാർട്ടി ഒറ്റ കൊടുക്കുകയാണ്, ബലിദാനികളെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു, ശ്രീനിവാസനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. ശ്രീനിവാസന്റെ വധത്തിന് തലേ ദിവസം നടന്ന മറുപക്ഷത്തുള്ള ആ വധത്തിലെ പ്രതികളായ സംഘപരിവാർ പക്ഷത്തുള്ള പ്രതികൾ ഇപ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികളെയും UAPA കുറ്റം ചുമത്തിയ പ്രതികളാണെന്ന് ഓർക്കണം നമ്മൾ. UAPA കുറ്റം ചുമത്തിയ 17 പ്രതികളെയും വിട്ടയച്ചിരിക്കുന്നു. കാരണം ഇവരെ വിട്ടയക്കാൻ കാരണം പാർട്ടിയുടെ പക്ഷത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉണ്ടായില്ല. പാർട്ടിയാണ് അത്തരത്തിൽപ്പെട്ട അതിനുള്ള വഴിയൊരുക്കിയത് എന്നുള്ള രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ അടച്ചാക്ഷേപിക്കുന്ന, അതിനിശ്ചിതമായി കുറ്റപ്പെടുത്തുന്ന, പ്രത്യേകിച്ചും കെ സുരേന്ദ്രനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയാ, വളരെ വളരെ ഒരിക്കലും യോജിക്കാനാവാത്ത ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 20-ാം തീയതി നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ 3 പാർട്ടികളും, കോൺഗ്രസും BJP-യും CPM-ഉം കൂടിച്ചേർന്നുള്ള വളരെ 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 ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ 3 പാർട്ടികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമൊന്നുമില്ല നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ CPM വളരെ വളരെ പിന്നിലേക്കാണ്. അവിടെ കോൺഗ്രസും BJP-യും തമ്മിലാണ് പാലക്കാട്ടെ മത്സരം. അതല്ലാതെ പലരും ഇങ്ങനെ ഭംഗിവാക്ക് പറയുന്നത് പോലെ CPM-ഉം BJP-യും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമൊന്നും അല്ല പാലക്കാട് നടക്കുന്നത്. പാലക്കാട് തീർച്ചയായും CPM പതിവ് പോലെ 3-ാം സ്ഥാനത്തേക്ക്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും CPM-ന് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു വിലയിരുത്തൽ അതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? സി കൃഷ്ണകുമാറാണോ അതല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണോ? രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചെറിയൊരു എഡ്ജ് ഉള്ളത് എന്നാണ് പല നിരീക്ഷകരും ഇതിനു മുമ്പ് തന്നെ അഭിപ്രായപ്പെട്ടത്. പക്ഷെ ഇപ്പോ സന്ദീപ് വാര്യർ കൂടി വന്നപ്പോൾ ഇതെങ്ങനെയാണ് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുക എന്നുള്ളത് വളരെ വലിയ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നതോട് കൂടിയിട്ട് കോൺഗ്രസിന് അങ്ങോട്ട് വലിയൊരു ബൂസ്റ്റ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊന്നും ഞാൻ അതിൽ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്, വളരെ വളരെ സേഫ് ആയ അവസ്ഥയിലാണ് അവരുള്ളത്. അതേസമയത്ത് തന്നെ സി കൃഷ്ണകുമാർ, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി സി കൃഷ്ണകുമാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പൊ സി കൃഷ്ണകുമാർ പറയുന്നത് എനിക്ക് 15,000 വോട്ടിന്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടുന്നതാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം
അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നിരുന്നു. അത് നമ്മുടെ ഡോക്ടർ പി സരീൻ തന്നെ അറിയാതെ പറഞ്ഞു പോയതാണ്. കാരണം CPM-ൽ നിന്ന് ഒരുപാട് വോട്ടുകൾ ഷാഫി പറമ്പിൽ കിട്ടിയിരുന്നു. അത് പറഞ്ഞു പോയത് മാത്രമല്ല, അത് വളരെ വളരെ സ്പഷ്ടവുമായിരുന്നു. കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, മെട്രോമാൻ ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം CPM വോട്ടുകൾ വാരിക്കോരി കോൺഗ്രസിന് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെയാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. മാത്രമല്ല, ഈ ശ്രീധരന് കഴിഞ്ഞ തവണ ഒരുപാട് വ്യക്തിഗതമായ ഒരുപാട് വോട്ടുകൾ കിട്ടിയിരുന്നു. അദ്ദേഹം ഒരു വളരെ വളരെ ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീധരൻ ജയിച്ചു വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ മറുപക്ഷത്തുള്ള CPM-ൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഞാൻ പാർട്ടികളുടെ പേരെടുത്ത് പറയുന്നില്ല, പൊതുവായി നിഷ്പക്ഷരായ ഒരുപാട് ആൾക്കാരുടെ വോട്ടുകൾ ഈ ശ്രീധരന് കിട്ടിയിരുന്നു. ഇത്തവണ അത്രയും വോട്ടുകൾ C കൃഷ്ണകുമാറിന് കിട്ടാൻ ഇടയില്ല. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ തന്നെയും തനിക്ക് തന്റേതായ ഇടപെടലിലൂടെ കഴിഞ്ഞ 10-30 വർഷം പാലക്കാട്ടെ പൊതുജീവിതത്തിൽ നിത്യസാന്നിധ്യമായ തനിക്ക് ഈ ശ്രീധരന് കിട്ടിയതിനേക്കാൾ നിഷ്പക്ഷമായ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ശ്രീധരന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ, അതിൽ ഭൂരിപക്ഷം വോട്ടുകൾ പിന്നെയും ഈ തനിക്ക് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ, ഈ ശ്രീധരൻ തോറ്റുപോയതിൽ മനപ്രയാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഇത്തവണയും BJPക്ക് തന്നെ വോട്ട് ചെയ്യും, തനിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അപ്പൊ കൃഷ്ണകുമാർ വളരെ വളരെ എന്താ പറയാ, വളരെ 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 കോൺഫിഡന്റ് ആണ്. താൻ ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് C കൃഷ്ണകുമാർ പറയുമ്പോഴാണ് BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനാണോ സാധ്യത, അതല്ല കൃഷ്ണകുമാറിനാണോ? ഈ സാഹചര്യത്തിൽ, ഈ പുതിയ സാഹചര്യത്തിൽ നമുക്കത് വിലയിരുത്താൻ ഒരു 2 ദിവസം കൂടി കഴിയും. 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈ പ്രചരണത്തിന്റെ ഒരു മൂർധന്യത്തിൽ, ഈ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നീല പെട്ടിയും എന്താ പറയാ ട്രോളി ബാഗ് ഒക്കെ വളരെ വളരെ ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കാതെ പോയെങ്കിൽ, പക്ഷേ ഇപ്പം ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത്, നമുക്കത് സ്നേഹക്കടയിലേക്കാണ് ഞാൻ വന്നതെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് കേട്ടോ. സന്ദീപ് വാര്യർ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ വിദ്വേഷത്തിന്റേതായ ഒരു ഭാഗത്ത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഇതാ സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ ഒരു എളിയ പ്രവർത്തനായി കടന്നു വരുന്നത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. പാലക്കാട് ഓരോ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ ട്വിസ്റ്റിന്റെ മേലെ ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് 2 ദിവസത്തെ ഈ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തോടെ നമുക്ക് ഏതാണ്ട് ഒരു ചിത്രം വരുന്നതാണ് തോന്നുന്നത്. അവിടെ കോൺഗ്രസും, എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അവിടെ കോൺഗ്രസും BJPയും വളരെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. C കൃഷ്ണകുമാറാണോ വിജയിക്കാൻ പോകുന്നത്, അതല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണോ വിജയിക്കാൻ പോകുന്നതെന്ന് തീർത്ത് പറയാൻ സാധ്യമല്ല. കൃഷ്ണകുമാറിന്റെ ആത്മവിശ്വാസം എന്തൊക്കെയാണ്, സന്ദീപ് വാര്യർ പോയാലും താൻ ഒരു 15,000 വോട്ടിന്റെ, ഇനി 15,000 ഒന്നും അല്ലെങ്കിലും ഒരു നേരത്തെ എനിക്കുണ്ടായിരുന്ന ധാരണ എന്ന് പറഞ്ഞാൽ ഒരു 5,000 വോട്ടിന്റെ തന്നെയെങ്കിലും ഭൂരിപക്ഷത്തിന് കൃഷ്ണകുമാർ ജയിക്കുമെന്നായിരുന്നു എന്റെ ഒരു കണക്കുകൂട്ടൽ. ഇപ്പൊ ഈ ഒരു പുതിയ മാറിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സന്ദീപ് വാര്യർ ഈ കോൺഗ്രസിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ BJPയുടെ ഒരു പ്രതിച്ഛായക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കോട്ടം തട്ടിയെങ്കിൽ അത് ഏത് രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യത കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് തീർത്തു പറയാം. ഏതായാലും ഇതാണ് ഏറ്റവും പുതിയ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.